2026 എറണാകുളം ജില്ല, പറവൂർ മണ്ഡലം, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം, സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസി. പറവൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? അട്ടിമറി ഉണ്ടാകുമോ? ET ടൈസൺ മാസ്റ്റർ LDF സ്ഥാനാർത്ഥി, VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ഒപ്പം NDA വത്സല പ്രസന്നകുമാർ. എന്താണ് മണ്ഡലത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? 21,301 വോട്ടുകൾക്ക് VD സതീശനെ തുടർ വിജയിപ്പിച്ച മണ്ഡലം. പറവൂരിൽ VD സതീശൻ അല്ലാതെ മറ്റാരും അല്ലേ? അതെ, അവിടെ CPIക്ക് അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് പറവൂരിൽ. അപ്പോൾ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ശക്തരായ സ്ഥാനാർത്ഥി തന്നെ അവിടെ പാർട്ടി വോട്ട് പിളരാതെ കാത്താത്ത ടൈസൺ മാസ്റ്ററെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഫൈറ്റ് ആയിരിക്കും അവിടെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ മത്സരിക്കുന്നത് പറവൂർ MLA ആകാനല്ല, അടുത്ത മുഖ്യമന്ത്രി ആകാനാണ്. അതാണ് പക്ഷേ വളരെ ഈസിയായി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് VD സതീശൻ കഴിഞ്ഞ കുറെ ദിവസമായി പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. സ്വന്തം മണ്ഡലത്തിലെ അവസാന ദിവസങ്ങളിൽ പ്രചാരണം നടത്തുന്ന വലിയൊരു പാതകമാണെന്ന് അങ്ങനെയല്ല. ടൈസൺ മാസ്റ്റർ ഈസ് എ ഗുഡ് കാൻഡിഡേറ്റ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പറവൂരിൽ നല്ല സതീശന് കിട്ടാവുന്ന CPയിലെ ഏറ്റവും മികച്ച VS സുനിൽകുമാർ ടൈസൺ മാസ്റ്റർ ഏറ്റവും നല്ല എതിരാളിയാണ്. ഒരു സംശയമില്ല. ടൈസൺ മാസ്റ്റർ മൂന്ന് ഫാക്ടറുകൾ: ഒന്ന്, ഇടതുപക്ഷ വോട്ടുകൾ ഏകീകരിക്കും ടൈസൺ മാസ്റ്റർ. രണ്ട്, VD സതീശനെതിരായിട്ടുള്ള പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും വോട്ടുകൾ ഉണ്ടെങ്കിൽ ആ വോട്ടുകൾക്ക് പറവൂരിലില്ല. പറവൂരിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാം. ഈ ഭരണം പിടിക്കുക എന്ന ഒറ്റ കാര്യത്തിൽ നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് മറ്റ് എതിർവികാരമൊക്കെ കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ഞാൻ പറവൂരിൽ എന്നും സംഭവിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. 21,301 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് VD സതീശന്. പറവൂർ മണ്ഡലത്തിലെ സാധ്യത. പറവൂർ പ്രതിപക്ഷ നേതാവ് മണ്ഡലത്തിൽ അടിച്ചിടും എന്നുള്ളതാണ്. പറവൂരിൽ പ്രതിപക്ഷ നേതാവിന് തന്നെയാണ് വിജയസാധ്യത. പക്ഷേ ഒരു പോരാട്ടം അവിടെയുണ്ട്, അടിയൊഴുക്കുകൾ ശക്തമാണ്. പക്ഷേ അതിനെയും VD സതീശൻ അതിജീവിക്കും എന്നുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടൈസൺ മാസ്റ്റർ അവിടെ ചെറിയ ചലനം ഉണ്ടാക്കുന്നു, പക്ഷേ അത് വിജയിക്കാൻ പര്യാപ്തമല്ല. ഓക്കെ.